പാണ്ഡവർ പാഞ്ചാലിയുമായുള്ള വിവാഹശേഷം ഒരു കരാറുണ്ടാക്കി. പാഞ്ചാലിക്കൊപ്പം പാണ്ഡവ സഹോദരന്മാരിൽ ഒരാൾ 1 വർഷം വീതം ചിലവഴിക്കും. ആ സമയത്ത് മറ്റു 4 സഹോദരന്മാരും അവരുടെ കൊട്ടാരത്തിൽ പ്രവേശിക്കരുത്. ഈ നിയമം ആരും ലംഘിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നിയമം ലംഘിച്ചയാൾ 1 വർഷം രാജ്യത്തു നിന്നും മാറി നിൽക്കണം. 5 പേരും അംഗീകരിച്ച കരാറായിരുന്നു ഇത്. ഒരിക്കലൊരു ബ്രാഹ്മണൻ അർജുനന്റെ അടുക്കൽ വന്നു. അയാളുടെ പശുക്കളെ ഒരു കൂട്ടം മോഷ്ടാക്കൾ പിടികൂടിയതായി ബ്രാഹ്മണൻ അറിയിച്ചു. അവയെ മോഷ്ടാക്കളിൽ നിന്നും വീണ്ടെടുത്ത് തിരികെ തരണമെന്നായിരുന്നു ബ്രാഹ്മണന്റെ ആവശ്യം. ഇത് കേട്ട് അർജുനൻ ധർമ്മസങ്കടത്തിലായി. കാരണം ഈ സമയം ദ്രൗപദിക്കൊപ്പം യുധിഷ്ഠിരനായിരുന്നു കഴിഞ്ഞിരുന്നത്. അർജുനന്റെ ആയുധങ്ങൾ ദ്രൗപദിയുടെ അറയിലുമായിരുന്നു. സഹായം ചോദിച്ചെത്തിയ ബ്രാഹ്മണനെ സഹായിച്ചില്ലെങ്കിൽ തൻ്റെ യശസ്സിന് കോട്ടം തട്ടുകയും ബ്രാഹ്മണശാപം ലഭിക്കുകയും ചെയ്യും. ജ്യേഷ്ഠൻ്റെ അറയിൽ കയറിയാൽ 1 വർഷം എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുകയും വേണം. എന്തു ചെയ്യണമെന്നറിയാതെ അർജുനൻ വിഷമിച്ചു. അവസാനം തൻ്റെ ധർമ്മത്തെ മുൻനിർത്തി അർജുനൻ ബ്രാഹ്മണനെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു. അർജുനൻ ദ്രൗപദിയുടെ അറയിൽ കയറി ആയുധങ്ങളും എടുത്ത് ബ്രാഹ്മണനോടൊപ്പം യാത്രയായി. പശുക്കളെ മോഷ്ടാക്കളിൽ നിന്നും വീണ്ടെടുത്ത് ബ്രാഹ്മണന് നൽകി തൻ്റെ ദൗത്യം പൂർത്തിയാക്കി അർജുനൻ മടങ്ങിയെത്തി. കരാറനുസരിച്ച് അർജുനൻ 1 വർഷത്തെ തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു.